ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടിയുള്ള അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ കളിച്ച നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം നടത്തുകയും ആ ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. സാന്റോസിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് നെയ്മർ ജൂനിയർ ഹെലികോപ്റ്ററിലാണ് വന്ന് ഇറങ്ങാറുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെലെയുടെ പേരിലുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ് സാന്റോസിനുള്ളത്. പക്ഷേ സാന്റോസിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതിപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. പിച്ച് മോശമാണ്. അതുപോലെ തന്നെ ട്രെയിനിങ് ക്യാമ്പിലെ ആ ഒരു സൗകര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ ഈ ഒരു സൗകര്യങ്ങളെ വിമർശിച്ചിരുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ക്ലബ്ബ് മാനേജ്മെൻറ്റ് ഉള്ളത് എന്ന റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നത് മറ്റാരുമല്ല, ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ തന്നെയാണ്. അവരുടെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ്: സാന്റോസിലെ ട്രെയിനിങ് ഗ്രൗണ്ടിനെയും സൗകര്യങ്ങളെയും നെയ്മർ ജൂനിയർ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാന്റോസ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. നെയ്മർ വന്നതോടുകൂടിയാണ് ക്ലബ്ബ് അധികൃതർ ഈ തീരുമാനം എടുത്തത്. ക്ലബിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് നെയ്മർ ജൂനിയർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. 2013 താൻ ക്ലബ്ബ് വിട്ടതിന് ശേഷം ഒരു തവണ പോലും ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിലോ മറ്റുള്ള ഫെസിലിറ്റികളുടെ കാര്യത്തിലോ മാനേജ്മെന്റ് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് നെയ്മർ ജൂനിയർ വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് സെന്ററിലെ അകത്തുള്ള ഹോട്ടലുകളും ലോക്കർ റൂമറുകളും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ ഇപ്പോൾ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഡിസൈനുകൾ വരുത്തും, ബാത്റൂമുകൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റും. ഇതുവരെ ക്ലബ്ബ് മാനേജ്മെന്റ് ചെയ്ത ഒരു മാറ്റം എന്നുള്ളത് ബെഡുകൾ മാറ്റി എന്നുള്ളതാണ്. കൂടുതൽ ക്വാളിറ്റിയുള്ള ബെഡുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്ലോബോ തങ്ങളുടെ ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ വന്നതോടുകൂടി കാതലായ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൗളിസ്റ്റ A1 നടക്കുന്ന മത്സരത്തിൽ നോവോ ഹൊറിസോണ്ടിനോ എന്ന ക്ലബ്ബാണ് സാന്റോസിന്റെ എതിരാളികൾ. ഫെബ്രുവരി 10 അർദ്ധരാത്രിയാണ് ആ മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.